يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أوصيكم بنفسي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തുള്ള വിവിധ മതങ്ങളും ദർശനങ്ങളും മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയും ആ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ, വ്യതിരിക്തമായ ഒരു നിലപാടാണ് ഇസ്ലാം നടത്തുന്നത്. നന്മ തിന്മകൾ വേർതിരിക്കുന്ന, നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ഒരു ജീവിതവും ആ ഒരു ലോകവും ഇല്ല എങ്കിൽ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് സഹോദരങ്ങളെ? സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചു. ثم جعلناه نطفة في قرار مكين. പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് റബ്ബ് പറയാണ്, ثم خلقنا النطفة علقة. ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. فخلقنا العلقة مضغة. ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. فخلقنا المضغة عظاما. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികളായി രൂപപ്പെടുത്തി. فكسونا العظام لحما. പിന്നീട് ആ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് നാം പൊതിഞ്ഞു. ثم أنشأناه خلقا آخر. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. ഫതബാറകല്ലാഹ്. അല്ലാഹു എത്ര അനുഗ്രഹീതനാണ്. നോക്കൂ, മാതാവിന്റെ ഗർഭാശയത്തിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും അല്ലാഹു വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം പറയുന്നുണ്ട്, ثم إنكم بعد ذلك لميتون. ആ സൃഷ്ടിപ്പിന് ശേഷം നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുകയും ആ ജീവിതത്തിന്റെ ഒടുവിൽ തീർച്ചയായും നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും. ഇനി പരലോക ജീവിതത്തെ, മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതത്തെ ഒക്കെ നിഷേധിക്കുന്ന ആളുകൾക്ക് വളരെ ശക്തമായി കൊണ്ട് ഖുർആൻ കൊടുക്കുന്ന മറുപടിയാണ്, ثم إنكم يوم القيامة تبعثون. ഈ സൃഷ്ടിപ്പ് ഇങ്ങനെ കഴിഞ്ഞ് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് അല്ലാഹു പറയാണ്, ثم إنكم يوم القيامة تبعثون.
പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽക്കപ്പെടുന്നതാണ്. ആ ഒരു ദിവസത്തെയാണ് ഞാനും നിങ്ങളും സഹോദരങ്ങളെ സൂക്ഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഏതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വത്തഖൂ യൗമൻ തുർജഊന ഫീ ഇലല്ലാഹ്. ആ റബ്ബിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം, വിശദീകരിച്ച് തന്നതിന് ശേഷം, അവസാനമായി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുള്ള ഒരു ആയത്ത, അവസാനം ഇറങ്ങിയ ആയത്ത്. എല്ലാം കഴിഞ്ഞു. ഇനി അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നത്തെ ഖുതുബന്റെ വിഷയം എന്താണെന്നറിയോ? ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. എങ്കിലും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ആ ദിവസങ്ങളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അങ്ങനെ എടുത്തു പറയാം. എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടോടി പോകുന്ന, വ ഉമ്മിഹി വ അബീഹി, തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ടോടി പോകുന്ന, വ സാഹിബതിഹി വ ബനീഹി, സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നിന്റെ കൂടെയുണ്ടായിരുന്ന നിന്റെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവുമെല്ലാം നിന്നെ വിട്ടോടി പോകുന്ന ദിവസത്തെ നീ സൂക്ഷിക്കണേ. എല്ലാവരും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താവശ്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മുടെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, സംഘടനകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും വിട്ടോടി പോകുന്ന ആ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. ഖുർആൻ പ്രയോഗിച്ചേ ഫറ യഫിറു എന്ന് പറഞ്ഞാലേ പേടിച്ചോട് എന്നർത്ഥം. ഫറ യഫിറു എന്ന് പറഞ്ഞ പേടിച്ചോടുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, എല്ലാവരെയും വിട്ടോടി പോകുന്ന ദിവസം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അതെന്താണെന്നറിയോ? എല്ലാവർക്കും അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ദിവസം. വേറെ ആരും നോക്കാൻ സമയമില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനത്തെ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെക്കപ്പെടുന്ന ദിവസമാണ്. വതുകല്ലിമുനാ ഐദീഹിം, കൈകളങ്ങ് സംസാരിച്ചു പോകും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അതുപോലെ തന്നെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ദിവസമാണ്. ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ രണ്ടാമതായി റബ്ബ് പറയുന്ന പ്രത്യേകത നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഒരു കുറ്റവാളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്റെ വായക്ക് സീല് വെക്കും, അതല്ലെങ്കിൽ വായ കെട്ടിപ്പിടിക്കും. അവനെ കൊണ്ടൊന്നും മിണ്ടാൻ സമ്മതിക്കൂല. അതുപോലെ നമ്മുടെ വായകൾക്ക് സീല് വെക്കപ്പെടുന്ന ദിവസം ഒന്നും പറയാൻ പറ്റൂല നമുക്ക്. നമ്മുടെ കൈകൾ സംസാരിക്കും. എന്താ സംസാരിക്കുന്നത്? മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകളെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ച്. അവന്റെ കാല് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവൻ എന്തൊന്നാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തനത്തെ കുറിച്ച് കാലുകൾ സാക്ഷി പറയുന്ന ദിവസം. അതുപോലെ തന്നെ ഷഹീദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ,
അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും അവരുടെ തൊലികളുമെല്ലാം അവർക്കെതിരെ സാക്ഷി പറയും. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, തൊലിയോട് പറയപ്പെടും, ചോദിക്കപ്പെടും, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത്? അപ്പോ ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാത്തിനെ കൊണ്ടും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും കൊണ്ട് സംസാരിപ്പിച്ചു. മറ്റൊരായത്തിൽ കാണാം യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പുറന്തള്ളുന്ന ദിവസം വരാനുണ്ട് ജനങ്ങളെ. ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ദിവസത്തെ സൂക്ഷിക്കാനാ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ഭൂമിയിൽ എവിടെ വെച്ച് എന്ത് നന്മ ചെയ്താലും, നിങ്ങള് 5 വക്ത നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നാൽ, അതുപോലെ തന്നെ ഒരാളെ നിങ്ങൾ സഹായിച്ചാൽ, എന്തൊന്നാണോ നല്ല കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിനൊക്കെ നമുക്ക് സാക്ഷി പറയും. അതുപോലെ തന്നെ എന്ത് തിന്മയിലേക്കാണോ നടന്നെടുത്തത് നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ സ്ഥലത്ത് ഭൂമി അല്ലാഹുവിനോട് സാക്ഷി പറയും. ഇന്ന് മറ്റൊരുത്തനെ കൊലപ്പെടുത്തുന്നത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നായിരിക്കും. മറ്റൊരാളുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നായിരിക്കും. മറ്റൊരുത്തനെ ചീത്ത പറയുന്നത്, ശകാരിക്കുന്നത്, അതുപോലെ തന്നെ ചീത്ത വർത്തമാനങ്ങൾ പറയുന്നത്, എല്ലാവിധ തിന്മകളും ചെയ്യുന്നത് ഭൂമിയിൽ അള്ളാഹു നൽകിയ ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്നാണെങ്കിൽ ആ സ്ഥലം അള്ളാഹുവിനോട് സാക്ഷി പറയും, ഇവൻ ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെ ആയിരുന്നാലും ആ റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതുമെല്ലാം ആ റബ്ബ് അറിയുന്നുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലു ളാലിമൂൻ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് ആ ഭാഗങ്ങളിലെല്ലാം റബ്ബ് നിങ്ങളെ ഒരു റാഖിബായിക്കൊണ്ട്, നിരീക്ഷകനായിക്കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോ ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ അടങ്ങിയ ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ? ഇതിനർത്ഥമറിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് കടന്നു വരാനുള്ള ദിവസമാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഭൂമി സംസാരിക്കുന്ന ദിവസം, അതിന്റെ കഥകൾ അല്ലാഹുവിനോട് പറയുന്ന ദിവസം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു പ്രത്യേകതയായി കൊണ്ട് അല്ലാഹു പറയുന്നു യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, മനുഷ്യനവന്റെ സമ്പത്തോ അവന്റെ സന്താനമോ ഉപകാരപ്പെടാത്ത ദിവസമാണ്. എല്ലാം യൗമെന്ന് വെച്ചാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം അല്യൗം എന്ന് തുടങ്ങുന്ന ഓരോ ആയത്തുകളിലൂടെ അള്ളാഹു ആ ദിവസത്തിന്റെ പ്രത്യേകത പറയുകയാണ്. യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, ഇന്ന് മക്കളും അതുപോലെ തന്നെ സ്വത്തുമെല്ലാം അനുഗ്രഹമായി അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നമ്മളോട് അള്ളാഹു പറയുന്നത് ലാ തൻഫഉ, അതൊന്നും മനുഷ്യരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അതൊക്കെ നിങ്ങളെ പരലോകത്ത് സഹായിക്കുമെന്ന ബോധ്യവും ധാരണയും നിങ്ങൾക്ക് വേണ്ട. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുന്നു അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കളും സ്വത്തുമെന്ന് പറയുന്നത്.
എന്നാൽ മനുഷ്യരെ അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നീ ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ഖൈറുൻ ഇൻദ റബ്ബിക, അതാണ് റബ്ബിന്റെ അടുത്ത് ഏറ്റവും നല്ലത്. സവാബൻ, അത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളായിരിക്കും. വ ഖൈറുൻ അമലാ, ഒരുപാട് പ്രതീക്ഷ നൽകുന്നതുമാണ്. ഇന്ന് മക്കളുണ്ടായതിന്റെ പേരിൽ, അതുപോലെ തന്നെ സ്വത്തുണ്ടായതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന, അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ മക്കൾ യൗമ ലാ തൻഫഅ, ഉപകാരപ്പെടില്ല. നമ്മുടെ ആയുസ്സിന്റെ പകുതി ഭാഗവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്ത്, ലക്ഷങ്ങളും കോടികളും അടങ്ങുന്ന ഭൂമിയടക്കമുള്ള നമ്മുടെ സമ്പത്ത് യൗമ ലാ തൻഫഅ, ഉപകാരപ്പെടില്ല. എന്താ ഹദീസിലൂടെ പറഞ്ഞതൊക്കെ ഖുർആനെ പറ്റി പറയുന്നത് കേട്ടോ. അതേ ഭാഗം ഹദീസ് പറയുന്നുണ്ട്, ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി രണ്ട് കാര്യങ്ങൾ മടങ്ങിപ്പോരും. അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സ്വത്തും. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, അയൽവാസികളുണ്ട്, ബന്ധുക്കളുണ്ട്. ആ ഖബറിലേക്ക് വെച്ച് തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോരും. അന്ന് വരെ ഉണ്ടാക്കിയ തന്റെ പണം, അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും യൗമ ലാ തൻഫഅ, അതും അന്ന് മടങ്ങിപ്പോരും. ഒന്നേ ഒന്ന് മാത്രമേ ബാക്കിയാകുകയുള്ളൂ. എന്താ? അമലുഹു, അവന്റെ കർമ്മങ്ങൾ മാത്രം. അതവിടെ പറഞ്ഞത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അലങ്കാരമായി തന്നതാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തും. എന്നാൽ മനുഷ്യരെ അൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും സദഖയും സകാത്തും ഹജ്ജും ഉംറയും നല്ല വർത്തമാനങ്ങളും ദിക്റുകളും ദുആകളും അടങ്ങുന്ന നിങ്ങളുടെ ബാഖിയാത്തുസ് സാലിഹാത്തുകൾ, അത് മാത്രമേ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഖൈറായതും പ്രതീക്ഷ നൽകുന്നതും. ഇനി ആ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. യൗമ തുബ്ലസ് സറായിർ, നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അല്ലാഹു പരിശോധിക്കുന്ന ദിവസമാണ്. യഅലമു സിർറക്കും വജഹറക്കും, നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്. ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, നിങ്ങൾ ഗോപ്യമാക്കി വെക്കുന്നതെല്ലാം നിങ്ങളുടെ റബ്ബ് അറിയുന്നുണ്ട്. അപ്പൊ എന്ത് രഹസ്യം നമുക്കുണ്ടോ, ആ രഹസ്യമെല്ലാം അല്ലാഹു പരസ്യമാക്കുന്ന, അതെല്ലാം കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. വേറെ പ്രത്യേകത എന്താണെന്നറിയോ? വമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അവന് യാതൊരു ശക്തിയോ സഹായിയോ അന്ന് ഉണ്ടാവുകയില്ല. എന്ത് രഹസ്യങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്, ആ രഹസ്യങ്ങളെല്ലാം അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. എല്ലാത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ യൗം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങി എന്ന് പറയപ്പെടുന്ന സൂറത്ത് ആയത്ത് വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറയാം, യൗം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താൻ കഴിയാത്ത ഉടമസ്ഥാവകാശം റബ്ബിന് മാത്രം അവകാശമുള്ള ഒരു ദിവസം. ഒരാൾക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എല്ലാത്തിന്റെയും അധികാരവും അവകാശവും റബ്ബിന്റെ അടുക്കൽ മാത്രം. ഒരുപാട് ആയത്തുകൾ ഉണ്ട് കേട്ടോ, അതിലൊന്നും കൂടെ പറയാണ്, അക്രമി തന്റെ കൈ കടിച്ചു പോകുന്ന ദിവസം, തന്റെ വിരല് കടിച്ചു പോകുന്ന ദിവസം. അവന് പറയാണ്, ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതിന്റെ ആദ്യം എന്താ? കൈ കടിച്ചു പോകും. ഇന്ന് കൂട്ടുകെട്ടാണ് മനുഷ്യൻ എല്ലാത്തിലേക്കും കൊണ്ടുപോകുന്നത്. നമസ്കരിക്കുന്നവനാണ് നമ്മുടെ കൂട്ടാളിയെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്നവനാകും. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് നമ്മുടെ കൂട്ടാളിയെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനാകും. പക്ഷേ
ഇന്നൊരു മനുഷ്യൻ പുകവലിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് എത്തിച്ചതൊരു കൂട്ടുകാരനാണ്. മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്തിച്ചത് കൂട്ടുകാരനാണ്. വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്തിച്ചത് കൂട്ടുകാരനാണ്. എന്ത് തെമ്മാടിത്തരവും അരാജകത്വവും അധർമ്മവും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ എത്തിക്കുന്നത് കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ സഹോദരങ്ങളെ, ഈ ദിവസത്തെ ഓർത്തായിരിക്കണം നമ്മൾ അമല് ചെയ്യേണ്ടത്. ആ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രതീക്ഷകൾ ഉണ്ടാകേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മരണപ്പെടും. അതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ സ്മരിക്കണം. ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ കുറിച്ച് കരയണം. ആ ദിവസത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യവും ധാരണയും ഓർമ്മയും ഉണ്ടെങ്കിൽ നമ്മൾ ഈമാൻ വർദ്ധിക്കും, അമല് ചെയ്യാൻ അത് കാരണമാകും. അതുകൊണ്ട് ആ ദിവസത്തെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, ക്രൈസ്തവ മതവിശ്വാസികൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന തിരക്കിലാണ്, അതിലോട്ട് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഈ ഒരു സമയത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ബനൂ ഇസ്രായേലിലേക്ക് അള്ളാഹു നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. റൂഹുല്ലാഹ്, കലിമത്തുല്ലാഹ്, അൽ മസീഹ്, ഈസാ ഇബ്നു മറിയം എന്ന പേരുകളിലൂടെ അറിയപ്പെടുന്നു. എന്നാൽ ഈ പ്രവാചകനെ കുറിച്ച് 3 വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ലോകത്തുണ്ട്. ഒന്ന്, യഹൂദികൾ, ജൂതന്മാർ, ചാരസന്തതിയാണെന്ന് വിശ്വസിക്കുന്നു. 2, നസ്വാറാക്കൾ, ക്രൈസ്തവർ, ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതനും ആണ്, റസൂലാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം നമുക്ക് പ്രധാനമാണ്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതകളെ കുറിച്ച്, മുഅ്ജിസത്തുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വിലാദത്തു ബിദൂന അബ്, പെട്ടെന്ന് പറഞ്ഞു പോകാൻ കേട്ടോ. വിലാദത്തു ബിദൂന അബ്, ഉപ്പയില്ലാതെ പ്രസവിച്ചു. അതുപോലെ തന്നെ വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദ്, തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. അത് ആ പ്രവാചകൻ അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ്. പിന്നെ പറഞ്ഞു, അന്നി അഖ്ലുഖു ലക്കും മിനത്വയ്നി കഹയത്തി ത്വയ്ർ, കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോട് കൂടിയിട്ട് ആ പക്ഷിക്ക് ജീവൻ നൽകി. കാന യുഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്, ഒക്കെ റബ്ബിന്റെ അനുമതിയാണ് ട്ടോ. ബിഇദ്നില്ലാഹ്, റബ്ബിന്റെ അനുമതിയോട് കൂടി മരിച്ച ആളുകളെ ജീവിപ്പിച്ചു. അതുപോലെ തന്നെ കാന യശ്ഫി അൽ അക്മ വൽ അബ്റസ് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം കണ്ണ് കാണാത്തവർക്ക് കാഴ്ച നൽകി പാണ്ഡുരോഗിയുടെ അസുഖം മാറ്റി കൊടുത്തു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ, മുഅ്ജിസത്തുകളൊക്കെ ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു വിഭാഗം ആ പ്രവാചകനെ കുരിശിലേറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോ ഖുർആൻ തീർത്തും പറയുന്നുണ്ട്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹു, മറ്റൊരാളെ പോലെ, ഈസാ നബിയെ പോലെ ഒരാളെ സാദൃശ്യപ്പെടുത്തി കൊടുത്തു. വമാ ഖതലൂഹു യഖീന, ഖുർആൻ അടിവരയിട്ട് പറയാ, ഉറപ്പായിട്ടും അവരെ കൊന്നിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ആ പ്രവാചകനെ ഉയർത്തുകയാണ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രവാചകൻ ഖിയാമത്തിന്റെ ഒരു അലാമത്താണ്, അടയാളമാണ്. പ്രവാചകൻ പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ
അല്ലാഹുവാണ് സത്യം. ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, മറിയം ബീവിയുടെ മകൻ ഈസ അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുന്നോടിയായി ഇറങ്ങി വരും. ഹകമൻ അദ്ല, നീതിയോടുകൂടിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കും. ഫയക്സിറ സലീബ്, കുരിശ് തകർക്കും. വയഖ്തുലുൽ ഖിൻസീർ, പന്നിയെ കൊല്ലും. വയദഉൽ ജിസിയ, നികുതി അവസാനിപ്പിക്കും. വയഫീദുൽ മാൽ ഹത്താ ലാ യഖ്ബലു അഹദ. അന്ന് ആ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോ സ്വതക്ക വേണ്ട എന്ന് പറയുന്ന കാലഘട്ടമാണ്. അത്രയും പണമുണ്ടായിരിക്കും, പണം ഒഴുകുന്ന ഒരു കാലഘട്ടത്തായിരിക്കും ഇബ്നു മറിയം വരിക. മാത്രമല്ല, ഇദാ ബഅസ അല്ലാഹുൽ മസീഹ ഇബ്നു മറിയം ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക്, കിഴക്കൻ ദമസ്കസിലെ വെള്ളമിനാരത്തിൽ സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് ഇറങ്ങി വരും. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ പറയും അള്ളാഹുവിന് സന്താനമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയാം. പക്ഷെ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ലം യലിദ് വലം യൂലദ്, അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെ സന്തതിയുമായി ജനിച്ചിട്ടില്ല. എന്നിട്ട് ആ പ്രവാചകൻ തന്നെ ആ പ്രവാചകന്റെ ദൗത്യം കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തൗറാത്തിനെ സത്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചത്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് എന്ന പേരുള്ള പ്രവാചകനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പോ മറ്റുള്ള ദർശനങ്ങളൊക്കെ തെറ്റാ. ഇസ്ലാമിന്റെ ദർശനമാണ്, നേരത്തെ പറഞ്ഞ 3 ദർശനങ്ങളിൽ ഇസ്ലാമിന്റെ ദർശനമാണ് ഏറ്റവും ശരിയായത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രവാചകനെ കുറിച്ചുള്ള നമുക്കറിയാം, എന്നാലും ആ പ്രവാചകന്റെ ഒരു ചുരുക്കമാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ക്രിസ്മസ് ആഘോഷം ഇന്ന് നാടുകളിൽ, നമ്മുടെ ലോകത്ത് മുഴുവനായി ആളുകൾ കൊണ്ടാടുമ്പോ അത് അവർക്ക് അനുവദനീയമായിരിക്കാം. അവരുടെ മത ആചാരപ്രകാരം അവർ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതലായി നമ്മൾ മുന്നേ ഓണാഘോഷത്തെ പറ്റി പറഞ്ഞ സമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗമാണ് കൂടുതൽ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ മുസ്ലിം പർദ്ദയിട്ട് നടക്കുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളൊക്കെ മക്കളെ സ്കൂളുകളിലേക്കൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമണിഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ മാവേലിയുടെ ഒക്കെ വേഷമണിയിപ്പിച്ചുകൊണ്ടൊക്കെ പറഞ്ഞേക്കാറുണ്ട്. എന്താ ഇതിന്റെ ഗൗരവം സഹോദരങ്ങളെ? പുൽക്കൂട് നിർമ്മിക്കുക, സ്റ്റാർ തൂക്കുക, അതുപോലെ തന്നെ കേക്ക് മുറിക്കുക, അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ആശംസ അറിയിക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല സ്റ്റാൻഡേർഡിന് അനുയോജ്യമായ കാര്യങ്ങളാണ്. ഞാനതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞവനായി പോകും എന്നൊക്കെ ചിന്തിച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ, പ്രവാചകൻ പറയാം, എപ്പോഴും പറയുന്ന ഹദീസാ, ആരൊരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടുവോ ആ സമൂഹത്തിന്റെ ആചാരങ്ങളിൽ, മത ആചാരങ്ങളിൽ മാത്രം പങ്കെടുക്കണമെന്നില്ല. രൂപത്തിലും അതുപോലെ തന്നെ കോലത്തിലും ആശയത്തിലും എങ്ങനെ നിങ്ങൾ സാദൃശ്യപ്പെട്ടാലും ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ, ഖാലഫൽ യഹൂദ വൻ നസ്വാറ, നിങ്ങൾ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും എതിരാകണം. അവരെ ഒരിക്കലും നിങ്ങൾ അനുകരിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ മുസ്ലിം വീടുകളിൽ വരെ അതിന്റെ ആഘോഷമാകുമ്പോ സ്റ്റാർ തൂക്കുന്നുണ്ട്, കടകളിൽ സ്റ്റാർ തൂക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനങ്ങൾ നമ്മൾ മുസ്ലിം മക്കളടക്കം കരോളും ഡാൻസുമായി രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോ അവരെ കൂടെ ഇറങ്ങി ഡാൻസ് കളിക്കുക, അതൊക്കെ മുസ്ലിമാണ്, മുഅ്മിനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന രക്ഷിതാക്കളുടെ മക്കളാണ്. ഇസ്ലാമല്ലാത്ത ഒന്ന് ആര് സ്വീകരിച്ചു അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല റബ്ബ്. അവൻ പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകും. നമുക്ക് മനുഷ്യ സൗഹാർദ്ദം പാടുണ്ട്, മതസൗഹാർദ്ദം പാടില്ല. മറ്റൊരു മതത്തിന്റെ ആചാരം നമ്മൾ കൊണ്ടു നടന്നാൽ അവൻ അവരിൽപ്പെട്ടവനാ. മതങ്ങളുടെ ആശയത്തെ ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ മനുഷ്യ സൗഹാർദ്ദം പാടുണ്ട്. അയൽവാസി ഏത് മതക്കാരനായിക്കോട്ടെ,
ഹൈന്ദവനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ബുദ്ധനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഖുർആൻ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ കറി പാകം ചെയ്താൽ അയൽവാസി മതം നിങ്ങൾ നോക്കേണ്ടതില്ല, അവന് നിങ്ങൾ കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാരുണ്യം നിങ്ങൾ നോക്കൂ. സാമ്പത്തികമായി പ്രയാസമുണ്ട്, അവനെ നിങ്ങൾ സഹായിക്കണം. പ്രവാചകൻ ജൂതന്റെ അടുക്കൽ പണയം വിറ്റിരുന്നു, അവരുമായി നല്ല രൂപത്തിൽ ഇടപഴകിയിരുന്നു. നമ്മുടെ അയൽവാസി ആരായാലും അവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവിടെ അസുഖമുണ്ടായാൽ നമ്മൾ പോയി അത് നോക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സാമ്പത്തികമായി സഹായം കൊടുക്കണം, എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽ അതിന്റെ ആഘോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കേക്ക് തരുമ്പോ, അതുപോലെ തന്നെ അതിന്റെ ഒരു ഭക്ഷണം തരുമ്പോ നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ. എന്താ പ്രവാചകൻ പഠിപ്പിച്ചത്? അതാ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ബാക്കി എല്ലാത്തിലും ഒക്കെ ആദർശത്തില് നമ്മൾ അടിയുറച്ചു നിൽക്കുക. അതിനാ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. അതിൽ നിന്ന് നമ്മൾ തെന്നി മാറാൻ പാടില്ല. അപ്പൊ ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്ന മാത്രമല്ല, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത സൽക്രമങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب